വെൽക്കം ടു ജസീസ് ഫുഡ് ബുക്ക്. നമ്മൾ തയ്യാറാക്കുന്നത് ചെമ്മീൻ വെച്ചിട്ടുള്ള റെസിപ്പിയാണ്. ചെമ്മീൻ ചതച്ച് പൊരിച്ചത്. അതിന് വേണ്ടിയിട്ട് 1 കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. 1 കിലോ ചെമ്മീൻ, കുറച്ച് ചുമന്നുള്ളി ഇല്ലെങ്കിൽ കഷ്ണം സവോള ആയാലും കുഴപ്പമില്ല, കുറച്ച് പച്ചമുളക്, 2 അല്ലി വെളുത്തുള്ളി, 2 കഷ്ണം ഇഞ്ചി, വേപ്പില, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, പാകത്തിന് ഉപ്പ്, ഫ്രൈ ആയുള്ള വെളിച്ചെണ്ണ. ഇനി നമുക്ക് ഒരു മിക്സഡ് ജാർ എടുത്തിട്ട് അതിലോട്ട് ചെമ്മീൻ ഒഴിച്ചിട്ടുള്ള ബാക്കിയുള്ള എല്ലാം കൂടെ ചേർത്തിട്ടൊന്ന് ചതച്ചെടുക്കാം. ഫസ്റ്റ് ചുമന്നുള്ളി, പച്ചമുളക്, വേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പെരിഞ്ജീരകം മുഴുവൻ പെരിഞ്ജീരകം എടുത്താലും കുഴപ്പമില്ല, ഇതിലെടുത്ത് പൊടിയുള്ള കാരണം ഞാൻ എടുത്തെന്ന് മാത്രം. ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കാം. നമുക്കിനി തുറന്നു നോക്കാം. ഇതധികം അരഞ്ഞു പോരും, ഇതുപോലെ ചതഞ്ഞെടുക്കാനേ പാടുള്ളൂ. ഇനി നമുക്കിതിലോട്ട് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം, ഉപ്പും ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്നും ഇതുപോലെ ചതച്ചെടുക്കണം. ചെമ്മീൻ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് അരഞ്ഞു പോരുന്നത് ഇതുപോലെ മതി. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് മസാല പിടിക്കാൻ വേണ്ടി ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ടെങ്കിൽ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇത് ഫ്രൈ ചെയ്യുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് നല്ലത്, അപ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. തണുപ്പ് കാരണം വെളിച്ചെണ്ണ നന്നായിട്ട് കട്ട പിടിച്ചിരിക്കുകയാണ്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് അധികം വെളിച്ചെണ്ണ വേണ്ട, അത് ഫ്രൈ ചെയ്തെടുക്കാൻ. ചെറുതായിട്ടൊന്ന് കുറച്ച് ഓയിൽ മതി. നമ്മളെപ്പോഴും കറി വെച്ചിട്ടും റോസ്റ്റ് ചെയ്തിട്ടുള്ള കഴിക്കുക. ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ ടേസ്റ്റ് ഉണ്ട്. നമുക്കിത് അടച്ച് വെച്ചിട്ട് 5 മിനിറ്റ് വേവിക്കാം. തീ കുറച്ച് വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ. അപ്പോൾ ചെമ്മീനിൽ വെള്ളം ഇറങ്ങിയിട്ട് കുക്കാവും ചെയ്യും. ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇനി ചെമ്മീനിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു സൈഡ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് കുറച്ച് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് നന്നായി യോജിപ്പിച്ചിട്ട് മുരിച്ചെടുക്കാം. ഇനി ഇത് അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് നമുക്ക് മുരിച്ചെടുക്കാം. ഇതിലത്തെ വെള്ളം എല്ലാം പോയിട്ട് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ചെമ്മീൻ നന്നായി വെന്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഓഫ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ചെമ്മീൻ ചതച്ച് പൊരിച്ചത് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എപ്പോഴും കറി വെച്ചിട്ടും റോസ്റ്റ് ചെയ്തിട്ടൊക്കെ കഴിക്കുന്നതല്ലേ, ഇങ്ങനെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്. ഒരു വെറൈറ്റി ടേസ്റ്റാണ്. നമുക്കിത് ഒരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്.